ഏകദേശം ഒരു 1.5 മാസത്തോളമായി ഇപ്പോൾ കച്ചവടം ഇല്ലായിരുന്നു. ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് ഓരോ ചുറ്റുപാടും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്നിതാ രണ്ടാമത് ഇറങ്ങാണ്. വെള്ളിയാഴ്ച ആണ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ കൂടിയാണ്. സ്പെഷ്യൽ ഡേ എന്താണെന്നുള്ളത് നമുക്ക് ലാസ്റ്റ് കാണാം. ഓക്കെ, ഹായ് ഗായ്സ്, സാലിസ് റിയാലിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വണ്ടിയിൽ കച്ചവടം ചെയ്യുന്ന കാര്യം. ഇന്നിപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഇന്ന് ഇറങ്ങാണ്. ഇന്ന് ഏകദേശം ഒരു 1.5 മാസത്തോളമായി ഇപ്പോൾ കച്ചവടം ഇല്ലായിരുന്നു. ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് ഓരോ ചുറ്റുപാടും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്നിതാ രണ്ടാമത് ഇറങ്ങാണ്. വെള്ളിയാഴ്ച ആണ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ കൂടിയാണ്. സ്പെഷ്യൽ ഡേ എന്താണെന്നുള്ളത് നമുക്ക് ലാസ്റ്റ് കാണാം. ഓക്കെ, ഞാനിപ്പോൾ സാധനം എടുക്കാൻ വേണ്ടി പോവാണ് കച്ചവടത്തിനുള്ള. അപ്പോൾ ബാക്കിയുള്ള യാത്രകളൊക്കെ കൂടെ പോരെ, നമുക്ക് പോവാം. അപ്പോൾ ഇന്നതാ സാധനം എടുത്തിട്ട് ഞാൻ ഇറങ്ങാണ്. ഇറങ്ങി കാറിൻ്റെ അടുത്തൊക്കെ പോകണം. കാർ ഓപ്പൺ ചെയ്തു. കാറിലേക്ക് കയറാണ്. അങ്ങനെ കാറിലേക്ക് കയറി. കാർ ഞങ്ങൾ എടുത്തു. ഇത് ഞങ്ങളുടെ വീട് വരുന്നത് കോഴിക്കോട് നരിക്കുനിയിലേക്കുള്ള റോഡാണ്, മടവൂർ ഭാഗത്ത്. അപ്പം ഞങ്ങൾ നരിക്കുനി റോഡിൽ നിന്ന് NH കയറാൻ പോവാം. കോഴിക്കോട് വയനാട് NH വരെ ആണ് പോകുന്നത്. അവിടെയാണ് ഷോപ്പുള്ളത്. അപ്പം ഞങ്ങൾ എടുക്കാൻ പോകുന്ന സാധനം പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഇന്ന് എടുക്കാൻ തീരുമാനിച്ചത് മറ്റേ വത്തക്കാണ്, തണ്ണിമത്തൻ. കിരണ ചെറുതുണ്ടല്ലോ, അത് ഒരു ഓഫറിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്താണ് ഇന്ന് കച്ചവടം ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. ക്വാളിറ്റിയൊക്കെ നന്നായിരിക്കും, നല്ല സാധനങ്ങളൊക്കെ തന്നെ അവിടെ വരുന്നത്. അപ്പോൾ ഞങ്ങളിതാ NH കയറാൻ നിൽക്കുന്നു. കോഴിക്കോട് വയനാട് ഹൈവേ ആണ്. അവിടെ നിന്ന് ഞങ്ങൾ കോഴിക്കോട് ഭാഗത്തേക്ക് തിരിയണം. ഏകദേശം വീട്ടിൽ നിന്ന് ഒരു 4-5 കിലോമീറ്ററിൻ്റെ ചോടുണ്ടാവും. അപ്പം കോഴിക്കോട് NH കോഴിക്കോട് റോഡിൽ കയറി നമ്മൾ പോകണം. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ NH കയറി കഴിഞ്ഞാൽ ഏകദേശം എത്താനായി. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല. ഇപ്പോൾ വെക്കേഷൻ ആയല്ലോ, ക്രിസ്മസ് വെക്കേഷനും തുടങ്ങി. അതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല റോഡ്. ഏകദേശം എത്തി. ഞങ്ങളിതാ സാധനം എടുക്കുന്ന കടയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് സ്റ്റോപ്പ്. ഇതാണ് ഇവിടെ വന്നെടുക്കണം. ഇവരവിടെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇവർക്ക് വില കുറച്ചിട്ട് കൊടുക്കാൻ പറ്റും. ഡയറക്റ്റ് അവിടെ പോയിട്ട് എടുക്കണം. സാധനം ഞാൻ എടുത്തു വെച്ചു. സെലക്ട് ചെയ്തെടുത്ത് നല്ലതൊക്കെ സെലക്ട് ചെയ്ത്
അപ്പോൾ അവർ വണ്ടിയിലോട്ട് ലോഡ് ചെയ്യാണ്. അവിടെ തന്നെ അവരെന്നെ ചെയ്ത് തരും. നമ്മൾ നമുക്ക് ബുദ്ധിമുട്ടും കാര്യമൊന്നും അവരെന്നെ ലോഡ് ചെയ്ത് തരും. മൂന്ന് ചാക്കാണ് ഞാൻ എടുത്തത്. ഏകദേശം 105 കിലോ ഉണ്ടായിരുന്നു. 105 കിലോയാണ് ബില്ലാക്കുന്നത്. അതിൽ കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പം 10 കിലോ മേലെ ഉണ്ട് 3 ചാക്ക്. ഞാനതാ ബില്ലടിച്ച് വീട്ടിലോട്ട് തന്നെ തിരിച്ച് പോവാണ്. ക്രിസ്മസ്, ന്യൂ ഇയർ അനുബന്ധിച്ച് അതോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. ഇതാണ് സൂപ്പർ മാർക്കറ്റാണ്, ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോവാണ്. ഇപ്പം NH പടനില ഭാഗത്തെത്തി. വെള്ളം പടനിലത്തുനിന്ന് ലെഫ്റ്റ് സൈഡ് പിടിച്ചാൽ നരിക്കുനി റോഡിൽ നേരെ വിട്ട് കഴിഞ്ഞാൽ ആരാമ്പ്രം ചക്കാലക്കൽ എത്തും. നല്ല റോഡും കാര്യങ്ങളുമാണ്. ചില ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. വീടെത്തുന്നവരെ നല്ല വഴിയും കാര്യങ്ങളാണ്. പിന്നെ ചെറിയൊരു കയറ്റാണ് വീട്ടിലോട്ട് കയറുമ്പോൾ. വീടല്ല, ക്വാർട്ടേഴ്സാണ്. വാടകക്കാണല്ലോ, പറഞ്ഞല്ലോ. എല്ലാ സംഗതികളും ഇവിടെ വാങ്ങാൻ കിട്ടും. ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഒന്നിനൊരു കുറവില്ലാത്ത ഏരിയ. ഏകദേശം വീട്ടിലെത്താനായി. മടവൂർ എത്തണ്ട. മടവൂർ ഞങ്ങളവിടുന്ന് 1 കിലോമീറ്റർ കൂടി പോകാനുണ്ട്. അവിടുന്ന് തിരിഞ്ഞ് ഇതാണ് ഞങ്ങളെ ക്വാർട്ടേഴ്സ്. പിന്നെ സാധനമൊക്കെ കച്ചവടത്തിന് പോകാനുള്ള പരിപാടിയിലാണ്. സാധനമൊക്കെ സഞ്ചിന്ന് ചാക്കിൽ എടുത്ത് മാറ്റി വണ്ടിയിൽ ലോഡ് ചെയ്ത് ബാക്കിയുള്ള സാമഗ്രികളൊക്കെ എടുത്ത് വണ്ടിയിൽ കയറ്റി അടിച്ച് വണ്ടി പുറപ്പെടാണ് കച്ചവടത്തിന്. കച്ചവടം നമ്മളിവിടെ വെക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമാന്റെ സമയത്ത് കുറച്ച് തിരക്കുള്ളൊരു പള്ളിയുണ്ട്. ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് കോഴിക്കോട് വയനാട് റോഡ്. ഇപ്പം നേരത്തെ വന്ന വഴിക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പം എൻ്റെ കൂടെ കച്ചവടത്തിലുള്ള 2 സ്റ്റാഫുകളാണ്. 2 മക്കള്, രജിഷാനും സഹീനും. മൂത്ത 2 മക്കളാണ്. ഒരു കൂടെ ഉണ്ടാവും എല്ലാത്തിനും. അപ്പം ഞങ്ങൾ NH നിന്ന് വയനാട് റോഡിലേക്ക് തിരിഞ്ഞു. നേരത്തെ കോഴിക്കോട് റോഡിൽ നിന്നാണ് സാധനം എടുത്തത്. ഇപ്പോൾ വയനാട് റോഡിലേക്ക് കടന്നു. ഇവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ആ പള്ളി എത്തും. ഒരു വലിയ പള്ളിയാണ്. ആ പള്ളീൻ്റെ അവിടെ പള്ളി കഴിഞ്ഞ് വെള്ളിയാഴ്ചത്തെ പള്ളീൻ്റെ ജുമ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നല്ല അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം കച്ചവടം കിട്ടും. ആകെ കുറഞ്ഞ സമയം ഞങ്ങൾ അവിടെ വെക്കുള്ളൂ. പള്ളി കഴിഞ്ഞ് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തിരിച്ചു പോരും. ഏകദേശം പള്ളി എത്താനായി. ഇതാണ് പള്ളി. ഇവിടെ നമ്മൾ സൈഡാക്കും. സാധനങ്ങൾ ഇവിടെ താഴോട്ടേക്ക് ലോഡ് ഇറക്കി വെച്ച് വെക്കും. വണ്ടിയിൽ നിന്ന് ഇറക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് പള്ളിൻ്റെ മുമ്പ് കുറച്ച് ടീമുകൾ വന്നു കഴിഞ്ഞാൽ സാധനം കൊടുക്കും. അല്ലാത്ത പക്ഷം പള്ളി കഴിഞ്ഞിട്ട് കച്ചവടം നടക്കുള്ളൂ. നല്ല വെയിലാണ്. പള്ളി കഴിഞ്ഞു ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഞാൻ നേരത്തെ പള്ളിയിൽ ഇറങ്ങിയതാണ്. നമസ്കാരം കഴിഞ്ഞു. പ്രാർത്ഥനയൊക്കെ കൂടുതൽ നിൽക്കില്ല, പെട്ടെന്ന്. അന്നത്തെ കച്ചവടം കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോന്നു. ഇപ്പോൾ
ഏകദേശം ഇന്ന് കച്ചവടം മോശമായിരുന്നു. മോശം എന്നാ പറയാൻ കഴിയില്ല, വിചാരിച്ച അത്ര കച്ചവടം കിട്ടിയില്ല. പൊതുവെ അവിടെ കിട്ടുന്ന കച്ചവടം ഇന്ന് കിട്ടിയിട്ടില്ല. പകുതിയോളം ബാക്കിയാണ്. പകുതി കച്ചവടമായി, പകുതിയോളം ബാക്കിയുണ്ട്. നല്ല വെയിലായതുകൊണ്ട് ഭയങ്കര ക്ഷീണമായി പോയി വന്നു. അവിടെ ഒരു തണല് കാര്യങ്ങളൊന്നുമില്ല പള്ളിന്റെ ഭാഗത്ത്. വെയില് കൊണ്ടേ പറ്റും, വെയിലാണെങ്കിലും മഴ ആണെങ്കിലും. മഴ ആണെങ്കിൽ പിന്നെ ഞാൻ സാധനം എടുക്കലില്ല. മഴ മൂടൽ കണ്ടു കഴിഞ്ഞാല് അന്നത്തെ ദിവസം എടുക്കില്ല. ഇതന്നെ ഇപ്പോ ഒരു 1 മാസത്തിലും മേലായി ഞാൻ സാധനം എടുത്തിട്ട്. വന്ന് 1 മാസത്തിന് ശേഷം എടുക്കാണ് വെച്ച് കൊണ്ട് നോക്കിയതാണ്. അത്രയും കാര്യം ബാക്കിയാണ്. ഇത്രയും തണ്ണിമത്തനുണ്ട്. ഇപ്പൊ നാളെ അതിന് ബാക്കി വെച്ചിട്ട് ഇറങ്ങേണ്ടി വരും. നോക്കട്ടെ നാളെ എന്താണ് സ്ഥിതി. അപ്പൊ ഗായ്സ്, ഞാൻ രാവിലെ പറഞ്ഞിരുന്നല്ലോ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ എന്നെ പറ്റിയിട്ട്. വേറെ ഒന്നല്ല, ഇതൊന്ന് ആത്തിക്കൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ വെറുതെ ചുമ്മാ നമ്മൾ രാത്രി ഒന്ന് ചായ കുടിക്കാൻ പോയി. ഒന്ന് പുറത്ത് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി പോയി. ഇവിടെ അടുത്ത് തന്നെ ജസ്റ്റ് ഒരു ചായയും സ്നാക്സ് അടിച്ച് പോന്നു. വേറെ പ്രത്യേകിച്ച് ബർത്ത്ഡേ സ്പെഷ്യലൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ജസ്റ്റ് ഒരു ടൈം പാസ്, അത്രേ ഉള്ളൂ. നമുക്കൊന്ന് നോക്കാം. ചെറുതായിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കാം. ഇത് വേറെ ഷോപ്പൊന്നല്ല, നേരത്തെ നമ്മള് തണ്ണിമത്തനെടുക്കാൻ വന്ന ആ ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ്. അവിടേക്ക് തന്നെയാണ് ചായ കുടിക്കാൻ വന്നത്. രാത്രിയാകുമ്പോൾ നല്ല തിരക്കാണ്. ഇവരെ കോഴിക്കോട് 8ാമത്തെ ഔട്ട്ലെറ്റ് തുറക്കുന്ന 7 ഔട്ട്ലെറ്റ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട് അവർക്ക്. ഇതാണ് നമ്മളെ ബർത്ത്ഡേ ഗേൾ. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇന്നത്തേത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാലും കമന്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം. ഒരു മടി വിചാരിക്കേണ്ട, സാധാപം വിചാരിക്കരുത്. നിങ്ങളെ സ്നേഹം മാത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട, സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് പൂർണ്ണ സപ്പോർട്ടും വേണം. ഓക്കെ, എപ്പോഴും. ഓക്കെ, അപ്പം ഗുഡ് നൈറ്റ്, ബൈ.